ഇപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്. അതിങ്ങനെ ജോഷി സാറിനോട് പറഞ്ഞോണ്ടിരുന്നു ഞാൻ. வீட்டில் சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்லை உனக்கு தீபாவளி பெருசா, கடைசியில் எல்லாரும் 5 பேர் நடந்து வருது பெருசா? யோசிச்சேன் சார், எனக்கு தீபாவளி தான் முக்கியம் அப்படின்னா. അതേപോലെ ഈ ഡേറ്റുകളൊക്കെ എന്റെ കാണാപ്പാടാണ്. ജീവിതത്തിൽ ഏറ്റവും നല്ല മെമ്മറീസ് ഉള്ള ഡേറ്റുകളല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ, നമ്മൾ നെഞ്ചിലേറ്റിയ, പ്രത്യേകിച്ച് മലയാളികൾ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കിയ ഒരു സൂപ്പർ താരം ജയറാമേട്ടൻ. മേട്ടൻ എന്ന് മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ ജയറാമേട്ടൻ ഒറ്റ രാത്രി കൊണ്ട് ഏറിൽ കയറിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് ജയറാമേട്ടൻ ഏറിൽ കയറിയത് ശ്രീനിവാസൻ മരിച്ച സമയത്ത് ആ ഒരു ചടങ്ങിന് എത്തിയില്ല എന്നുള്ള വിഷയത്തിൽ മേട്ടൻ ഏറി കയറുകയും, എത്തിയില്ല എന്ന് മാത്രമല്ല ഒരു പോസ്റ്റ് പോലും ഇട്ടില്ല. ആ ഒരു വിഷയത്തിൽ നന്നായിട്ട് മേട്ടൻ ഏറി കയറി. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പ്രതികരണം മേട്ടൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴിതാ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരൊറ്റ ഇന്റർവ്യൂ ഉണ്ട്. ഏട്ടൻ സമ്പൂർണമായ രീതിയിൽ ഏറിൽ കയറിയിരിക്കുന്നു. തെറിയുടെ അഭിഷേകം തന്നെ. അതായത് ഇതുപോലൊരു നുണയൻ സിനിമാ ലോകത്ത് തന്നെ ഇല്ല. ഈ ഒരു മേട്ടനെയാണോ നമ്മൾ നെഞ്ചിലേറ്റി എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ജിനൂസ് ഒഫീഷ്യൽ എന്ന് പറയുന്ന പേജും ഫോളോ ചെയ്യുക. അതായത് തൻ്റെ പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട് മേട്ടൻ ഒരു ഇന്റർവ്യൂ തമിഴിൽ കൊടുത്തിരിക്കുകയാണ്. ആ ഒരു ഇന്റർവ്യൂവിൽ മേട്ടൻ പറയുന്ന ഒരു സംഭവം ஒரு வாட்டி கூட பாருங்க, கடைசியில இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். என்னன்னா, அதோட கிளைமேக்ஸ் ஷூட் பண்ணிட்டு இருக்கும்போது ஜோஷி சார் தான் டைரக்டர். என்னோட போர்ஷன் ஃபைட் எல்லாம் முடிஞ்சிருச்சு. கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் எடுக்கணும். அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வருது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. கரெக்டா தீபாவளி டைம் எங்க வீட்டுல சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்ல உனக்கு தீபாவளி பெருசா, கடைசியில எல்லாரும் 5 பேர் நடந்து வருது பெருசா? யோசிச்சேன் സാർ, എനിക്ക് ദീപാവലി தான் മുഖ്യം அப்படின்னா പോകണം. അതായത് മേട്ടൻ പറയുന്നത് 2020 ആ ഒരു ക്ലൈമാക്സിൽ ഏറ്റവും ഒടുവിലത്തെ ആ ഒരു സുപ്രധാന സീൻ, മേട്ടൻ അടക്കം പ്രമുഖ താരങ്ങളായ ലാലേട്ടനോടും മമ്മൂക്കയോടും, ദിലീപ് ആ ഒരു സീനിലില്ലെന്ന് എനിക്ക് തോന്നുന്നത്, സുരേഷ് ഗോപിയോടും ഒപ്പം നടന്നു വരുന്ന ആ ഒരു സീനിൽ നിന്നും താൻ എന്തുകൊണ്ട് അപ്രത്യക്ഷമായി എന്നുള്ള ചോദ്യത്തിന് മേട്ടൻ പറയുന്നത് അന്ന് ദീപാവലിയായിരുന്നു. ദീപാവലിക്ക് ചെന്നൈയിലേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് അതിന് മുൻതൂക്കം കൊടുത്തത് കൊണ്ട് എനിക്ക് ദീപാവലിയാണ് മുഖ്യം. എനിക്ക് ഭക്തി, ഞാനൊരു ഭക്തകുചേലനാണ്, അതുകൊണ്ട് എനിക്ക് ദീപാവലിക്ക് പോയി മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സീൻ ഉപേക്ഷിച്ചെന്നാണ് പറയുന്നത്. എന്നാൽ ഇതേ മേട്ടൻ കുറച്ച് നാൾ മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുത്ത് എന്തായിരുന്നു? 2020 പടത്തിൽ വന്ന ക്ലൈമാക്സിൽ വന്ന് സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ പക്ഷേ ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. അപ്പോൾ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്. അതിങ്ങനെ ജോഷി സാറിനോട് പറഞ്ഞോണ്ടിരുന്നു ഞാൻ. അപ്പോൾ എന്റെ സീനൊക്കെ കഴിഞ്ഞു, ആ ഫൈറ്റിന്റെ ഇതൊക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താൽ ഞാൻ പറയുന്നത് സാറ് എടുക്കണം, വൈകുന്നേരത്തോട് എടുക്കാന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ പോയി വൈകുന്നേരത്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു, സാർ എടുക്കാൻ പറ്റിയത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഒന്നും എടുക്കാൻ പറ്റിയില്ല. തീരുമാനം പിന്നെ എന്റെയാണ് എടുക്കേണ്ടത്. അതിന് പോകണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോൾ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി. അതായത് തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ദീപാവലി മുഖ്യം, അല്ലെങ്കിൽ മുരുകനാണ് ഓന്റെ പ്രധാന ദൈവം. നാട്ടിൽ വരുമ്പോൾ തനിക്ക് ഏറ്റവും ഇഷ്ടം അയ്യപ്പനും ശബരിമലയുമാണ്. ജയറാമേട്ടൻ എന്ന് പറയുന്ന താരത്തെ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ജയറാമേട്ട ഉളുപ്പുണ്ടോ? എനിക്ക് ഉളുപ്പില്ലെങ്കിൽ അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ഇതുപോലുള്ള അവസരവാദം, ഇതുപോലുള്ള അസംബന്ധം പറയാൻ എനക്ക് എങ്ങനെ തോന്നുന്നു? ഒരുപക്ഷെ മേട്ടന്റെ ചില ആരാധകർ പറഞ്ഞേക്കാം മേട്ടനെ ചില ഓർമ്മപ്പശകളുള്ള ഒരു പഹയനാണെന്ന് ഒരുപക്ഷെ പറഞ്ഞേക്കാം. അതിനുള്ള ഉത്തരം മേട്ടൻ തന്നെ പറയുന്നുണ്ട്. എത്ര വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു. എനിക്കൊരു മാനേജറോ ഡയറിയോ അല്ലെങ്കിൽ എനിക്ക് വേറെ ഡേറ്റ് നോക്കുന്ന ആളോ അല്ലെങ്കിൽ ചില കണ്ടിട്ടില്ല വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് 2 പോക്കറ്റിലും മൊബൈലൊക്കെ വെച്ചാൽ എനിക്ക് ഒരു മനുഷ്യനില്ല, ആരുമില്ല. എൻ്റെ ഫുൾ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കുന്നു. സോ അപ്പോൾ എല്ലാം ഓർത്ത് വയ്ക്കും. എനിക്ക് ഡയറിയിൽ എഴുതുമോ എനിക്ക് എനിക്ക് ഈ മാസവും അടുത്ത മാസവും എല്ലാം ചെയ്യാൻ പോകുന്ന പടങ്ങളും ഡേറ്റും പോകേണ്ട ഫംഗ്ഷനും അത് എത്ര ചെണ്ടകൊട്ടിന് പോലെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇനിയിപ്പോൾ പോകുന്നത് ഫെബ്രുവരി 18-ാം തീയതി ഏറ്റുമാനൂരപ്പൻ്റെ 7 പൊന്നാന പുറത്തെഴുന്നള്ളിക്കുന്ന അന്ന് എൻ്റെ മേളാണ് കാലത്ത്. ഫെബ്രുവരി 13-ാം തീയതി ഞാനും എൻ്റെ ഗുരുനാഥനും കൂടി പാലക്കാടുള്ള അദ്ദേഹത്തിൻ്റെ അവിടെ. എനിക്ക് ഓരോ മേളങ്ങളും ഡേറ്റുകളും എല്ലാം കാണാപ്പാടാണ്. പിന്നെ എനിക്ക് അതേപോലെ ഈ ഡേറ്റുകളൊക്കെ എൻ്റെ കാണാപ്പാടാണ്. ജീവിതത്തിൽ ഏറ്റവും നല്ല മെമ്മറീസ് ഉള്ള ഡേറ്റുകളല്ലേ.
അതാണ്. അപ്പൊ ഓർമ്മപ്പശ ഒന്നും അല്ല, എല്ലാം കറക്റ്റായിട്ട് ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മാനേജറെ പോലും വെച്ചിട്ടില്ല, ഒരു ഡയറി പോലും ഇല്ല, എല്ലാം അപ്ഡേറ്റ് ആയിട്ട് മനസ്സിൽ കുറിച്ചിടുന്ന ഒരു പഹയനാണ് മേട്ടൻ. അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജയറാമേട്ടന്റെ ഒരു രീതി എന്ന് പറയുന്നത് കേരളത്തിൽ വരുമ്പോൾ മലയാളികളെ സൂചിപ്പിക്കുക. അയ്യപ്പൻ എനക്ക് ഏറ്റവും സ്നേഹമുള്ള, ശബരിമലയാണ് എനക്കെല്ലാം എന്ന് പറയുക, അവിടുത്തെ പൂജാ സാധനങ്ങൾ കൊണ്ട് പൂജിക്കുക. 50 വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന, 50 വർഷത്തിന് മുകളിലായിട്ട് പോകുന്ന ഒരു അയ്യപ്പ ഭക്തനാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ ഫോണിൽ വിളിച്ചിട്ട്, നമസ്കാരം, ഞാൻ ഇന്ന ആളാണ്, ശബരിമലയിലേക്ക് പോകാൻ പോകുന്ന, ഇങ്ങനെ സ്വർണം പൂശിയ സാധനം അങ്ങയുടെ പൂജാമുറിയിൽ കൊണ്ട് വെച്ചൊന്ന് പൂജിച്ചാൽ, ആഹാ, ഇത് അയ്യപ്പൻ എന്നെ വിളിച്ച് എനിക്ക് തന്നതാണെന്ന് ഞാൻ ഭയങ്കര അഭിമാനത്തോടുകൂടി എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ മേട്ടന്റെ അവസ്ഥ എന്താണ്? Basically, I started in Malayalam. Malayalam, தமிழ்னா சேர்ந்தது ஆல்மோஸ்ட் சேம். மை மதர் டங் இஸ் தமிழ். அதனால வீட்லயே பேச தமிழானதுனால கொஞ்சம் கூட எனக்கு கம்ஃபர்ட் தமிழ். ரீசெண்டா தான் தெலுங்கு ஸ்வீட் லாங்குவேஜஸ். அதனாலே நான் மேக்ஸிமம் அந்த இப்போ கன்னடாவில் ஃபர்ஸ்ட் படம் நானே படிச்சு நானே டப் பண்ணேன். ஸோ நம்ம புது லாங்குவேஜ் கற்றுக்கிறது, புது இடத்துக்கு போகிறது, புது கல்ச்சர், புது ഫ്രണ്ട്ഷിപ്പ്, പുതു ഇത് എല്ലാം ഞാൻ ரொம்ப എൻജോയ്. അതെ, മേട്ടൻ തമിഴ്നാട്ടിലെത്തുമ്പോൾ ഒരു സമ്പൂർണ്ണ തമിഴ് വംശജനായി മേട്ടൻ മാറുന്നു. ജയറാമേട്ടന്റെ മദർ ടങ് തമിഴിനായിരിക്കാം, തമിഴ് ബ്രാഹ്മണനായിരിക്കാം. പക്ഷെ ജയറാമേട്ടന് ഇന്ന് കാണുന്ന ജയറാമേട്ടനായി മാറിയത് എങ്ങനെയാണ്? മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞൊരു കെമിക്കൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, ജോലിക്ക് പോകുന്ന സമയത്ത് വൈകുന്നേരം ആ ടൈയും ബാഗും അഴിച്ചു വെച്ചിട്ട് അങ്ങനെ ഞാൻ മിമിക്രിക്ക് പോകുമായിരുന്നു കലാഭവൻ്റെ. റേഡിയോ നാടകങ്ങളുടെ അതിൻ്റെ അനൗൺസ്മെൻറ്റിന് പോകുമായിരുന്നു. ഓരോ രാഷ്ട്രീയക്കാർ നാട്ടിൽ നിൽക്കുമ്പോൾ അവരുടെ മൈക്ക് അനൗൺസ്മെൻറ്റിന് പോകുമായിരുന്നു. പിന്നെ ലോട്ടറി ടിക്കറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് പോകുമായിരുന്നു, അതൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട്. പിന്നെ പല നാടകങ്ങൾക്ക് അത് ശബ്ദം കൊടുക്കാൻ, അങ്ങനെ ഒരുപാട് ജോലികൾ ഞാൻ ചെയ്യായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് പോകുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇതൊന്നും അല്ലല്ലോ എൻ്റെ ജോലി, അല്ലാതെ വേറെ എന്തോ ഉണ്ടല്ലോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ. തമിഴ് ബ്രാഹ്മണരായിരുന്ന ജയറാമേട്ടൻ കേരളത്തിൽ വരാതെ തമിഴ്നാട്ടിൽ നിന്നായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്നാലോചിച്ചു. തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ ഒരു പൂജാരി ഒരു തമിഴ് ബ്രാഹ്മണനായ ഒരു ശുദ്ധ പൂജാരിയായി നിൽക്കുന്ന ഒരവസ്ഥയിലാകുമായിരുന്നു. എന്നാൽ കേരളത്തിൽ വന്നപ്പോൾ തൻ്റെ മിമിക്രിക്ക് വലിയൊരു മാനം, നമുക്കറിയാം ടിനി ടോമിനെ അടക്കം നെഞ്ചിലേറ്റിയ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ ജയറാമേട്ടന്റെ മിമിക്രി അക്കാലത്ത് വലിയ പ്രസിദ്ധമാണ്. ആ രീതിയിൽ ജയറാമേട്ടനെ നെഞ്ചിലേറ്റുന്നു, ഒരു സിനിമാ താരമായി അദ്ദേഹം മാറുന്നു. തമിഴ്നാട്ടിൽ മിമിക്രിക്ക് വലിയ സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഒരിക്കലും തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ ജയറാമേട്ടൻ വരില്ലായിരുന്നു. ആ ഒരു ബോധം ജയറാമേട്ടൻ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുപോലുള്ള അവസരവാദം ഇത് ഒരു അപരാധനം തന്നെയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പല സ്ഥലത്തും പോയി പല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, പല രീതിയിൽ പറയുന്നു. ഇതുപോലെ കള്ളം പറയാൻ ഒരാൾക്ക് സാധിക്കത്തില്ല. എനിക്ക് നേരത്തെ ജയറാമേട്ടനോട് വലിയ താല്പര്യമായിരുന്നു. കാരണം ആരെയും വെറുപ്പിക്കാതെ സ്റ്റേജിലൊക്കെ വരുമ്പോഴത്തേനും സിനിമാ താരങ്ങളെ ആയിക്കോട്ടെ, കൂടെ നിൽക്കുന്ന എല്ലാവരെയും ഒരേപോലെ ബാലൻസ് ചെയ്തുകൊണ്ട് പറയാനുള്ളൊരു കഴിവ് ജയറാമേട്ടനുണ്ട്. പക്ഷേ പറയുന്നത് മുഴുവൻ കള്ളത്തരമായി പോകുന്നു ഈ അടുത്ത കാലത്തായിട്ട് എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ജയറാമേട്ടൻ്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.